കേരളം വീണ്ടും രാജ്യത്തിന് മാതൃകയാവുകയാണ്. നാം ഇന്ന് ചിന്തിക്കുന്നത് മറ്റുള്ളവർ നാളെ ചിന്തിക്കുന്നു എന്നതിനു പകരം നാം ഇന്നലെ ചിന്തിച്ച് നടപ്പാക്കിയത് ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം രാജ്യം ഏറ്റെടുക്കുന്നു എന്ന് പറയാം. കേരളം ലോക മാതൃകയായതിന്റെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിലേക്കിതാ ലോക കേരള സഭയും എത്തുന്നു. ലോകമെങ്ങുമുള്ള പ്രവാസി മലയാളികളെ പ്രതിനിധീകരിച്ച് ഒരു സഭയുണ്ടാക്കുക, അതിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അതോടൊപ്പം അവരുടെ വിഭവശേഷി ഉപയോഗിച്ച് കേരളത്തിന്റെ വികസനവും ജനക്ഷേമവും ഉറപ്പുവരുത്തുക. ഇതാണ് ഒന്നാം LDF സർക്കാർ ലോക കേരള സഭ രൂപീകരിച്ച് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചത്. ഇപ്പോഴിതാ രണ്ടാം പിണറായി സർക്കാരിന്റെ 4 വർഷം പൂർത്തിയാകുമ്പോൾ രാജ്യം തന്നെ ആ മാതൃക ഏറ്റെടുക്കുകയാണ്. അന്ന് കല്ലെറിഞ്ഞവരൊക്കെ ഇപ്പോഴും ഇവിടൊക്കെ തന്നെയുണ്ട്. ലോക കേരള സഭയെ തകർക്കാനും കുറ്റപ്പെടുത്താനും ഞങ്ങളാണ് മുന്നിൽ എന്ന നിലയിൽ മത്സരിച്ചവരാണ് ഇവിടുത്തെ കോൺഗ്രസും BJPയും അവർക്ക് ഇന്ധനം നൽകുന്ന വലതു മാധ്യമങ്ങളും, പിന്നെ സോകോൾഡ് നിഷ്പക്ഷരും ഉത്തമരും. ഇന്നിതാ ഈ പിന്തിരിപ്പന്മാർക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ മറുപടി നൽകുകയാണ്. ലോക കേരള സഭയുടെ മാതൃക വിദേശകാര്യ മന്ത്രാലയം മറ്റു സംസ്ഥാനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നു. ഇതിനായി പരിപാടിയുടെ വിശദാംശങ്ങൾ തേടി ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. പാർലമെന്ററി സ്ഥിരം സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഈ തീരുമാനം. ഏപ്രിലിൽ സമിതി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ലോക കേരള സഭയെ മുക്തകണ്ഠം പ്രശംസിച്ചിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായ പ്രവാസി കൂട്ടായ്മകൾ നടത്താൻ വിദേശകാര്യ മന്ത്രാലയം മുൻകൈയെടുക്കണം എന്നായിരുന്നു സമിതിയുടെ പ്രധാന ശുപാർശയും. അതെ, ആ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ അതും കേരള മാതൃകയാവുകയാണ്. പക്ഷേ എന്തു ചെയ്യാം, മലയാള മനോരമയ്ക്ക് ക്രിമികടി മാറുന്ന ലക്ഷണമില്ല. ആ ക്രിമികടി ഇനി VD സതീശിൻ്റേതുമാകും. സർക്കാരിനെതിരെ ഇതിൽ മറ്റൊന്നും കുത്താൻ കിട്ടാത്തതുകൊണ്ട് കുഞ്ചുകുറിപ്പിലൂടെയാണ് മനോരമ ക്രിമികടി തീർക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്കും ധൈര്യമായി നടത്താം, ആരും കണക്ക് ചോദിക്കില്ല എന്നാണ് കുഞ്ചുകുറിപ്പിന്റെ പരിഹാസം. ഏതൊരു പരിപാടിയായാലും സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്ന ചില്ലിക്കാശ് പോലും ശക്തമായ ഓഡിറ്റിങ്ങിന് വിധേയമാണ്. CAG ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച കണ്ടുപിടിക്കാൻ കഴുകൻ കണ്ണുമായി നടക്കുന്ന കാര്യം മനോരമയ്ക്ക് അറിയാത്തതുമല്ല. അപ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം? കേരളത്തിന് ലഭിച്ച ഈ അംഗീകാരം, ഈ നേട്ടം എന്നിവയെല്ലാം മറ്റെല്ലാത്തിനുമെന്ന പോലെ ഇകഴ്ത്തിക്കാട്ടണം. എന്തു ചെയ്യാം, പാണ്ഡൻ നായരുടെ പല്ലിൻ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ലല്ലോ മനോവിഷമേ.